ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൃഷി വകുപ്പിൻ്റെ കഞ്ഞിക്കുഴി ബ്ലോക്കിലുള്ള മാതൃകാ കാർഷിക സേവന കേന്ദ്രത്തിലാണ് നാം ഇന്ന്. കൃഷിക്ക് ഇപ്പോൾ വിവിധ തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രേരക ശക്തി കർഷകർക്കിടയിൽ കൂടി വരികയാണ്. ഇതിനുതകുന്ന വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള സാങ്കേതിക വിവരങ്ങളും ട്രെയിനിങ്ങും ചെറുപ്പക്കാരായ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ ഒരു ഉദ്ദേശം. കൂടാതെ ഗ്രോ ബാഗ് മുതലായവ നിർമ്മിച്ച് വളം നിറച്ച് തൈകൾ നട്ട് മുതലായ ഒട്ടനവധി കാർഷിക സേവനങ്ങൾ ചെയ്യുകയും ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുകയാണ്. ഇവയൊക്കെ നമുക്ക് ഓരോന്നായി ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഏവർക്കും അതിലേക്ക് സ്വാഗതം. മാഡം ഈ കേന്ദ്രത്തിൽ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ നോഡൽ ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ മരക്കുളം വടക്ക് കൃഷിഭവനിലെ കൃഷി ഓഫീസറാണ്. എൻ്റെ പേര് ക്യൂനോ ജോസ്. അത് ശരി. ഈ കേന്ദ്രത്തിന്, അതായത് ഈ മാതൃകാ കാർഷിക സേവന കേന്ദ്രത്തിന്റെ ജൂറിസ്ഡിക്ഷൻ എന്തോരമൊക്കെയാണ്? ഇത് ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിലുള്ള 7 കൃഷിഭവനുകളെ കൂടി കൃഷിഭവനിലെ ഇതിൽ വരും. 7 കൃഷിഭവനുകൾ ചേർത്തിട്ടുള്ള പ്രദേശങ്ങൾ ഇതിന്റെ പരിധിയിൽ വരും. എന്തൊക്കെയാണ് ഈ കേന്ദ്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക യന്ത്രങ്ങൾ കൃഷിക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 15 പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ എനിക്ക് എൻ്റെ പറമ്പിലെ കുറച്ച് കൃഷി ചെയ്യണം, എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള യന്ത്രങ്ങൾ അയച്ചു തരുമോ? കൃഷിയിടത്തിൽ ആവശ്യമുള്ളവർ നമ്മുടെ കാർഷിക സേവന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ കൃഷിയിടത്തിൽ പോയി ഇവർ ചെയ്തു കൊടുക്കും. ഇവിടുത്തെ പരിശീലനം കിട്ടിയ ആളുകൾ യന്ത്രങ്ങളുമായി വന്ന് ചെയ്തു കൊടുക്കും. അതിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ ഫീസ് ഇവിടെ അടയ്ക്കണം. ശരി. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 15 പേർക്ക് ഏകദേശം 1 മാസത്തോളം പരിശീലനം നൽകിയിട്ടുണ്ട്. ട്രാക്ടറും ടില്ലറും ഗാർഡൻ ടില്ലർ, ഇങ്ങനെ ബ്രഷ് കട്ട്, ഇങ്ങനെയുള്ള എല്ലാ തെങ്ങിന് തടമെടുക്കുന്ന യന്ത്രം അത് ഗാർഡൻ ടില്ലറിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്ത് അത് ചെയ്യുന്നു. ഈ നടീൽ വസ്തുക്കൾക്കുള്ള തടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന രീതികളുണ്ട്. നടീൽ വസ്തുക്കൾക്കുള്ള തടം ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. അതോടൊപ്പം നമ്മൾ പച്ചക്കറി തൈകൾ വിവിധ പദ്ധതികളിൽ ഇവിടെ കർഷകർക്ക് നൽകുന്നുണ്ട്. അതിനുള്ള നഴ്സറി നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം ജനകീകരണ പദ്ധതിയിൽ മരക്കുളം വടക്ക് പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള തൈകളും അതുപോലെ ഈ ഗ്രോ ബാഗിന് ആവശ്യമുള്ള തൈകളും നമ്മളിവിടെ തന്നെയാണ് ഗ്രോ ബാഗ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കൃഷി വകുപ്പിന്റെ പദ്ധതിയിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിലുമായിട്ട് ഏകദേശം 16,000 ഗ്രോ ബാഗുകൾ ഇവിടെ നിന്ന് 16,000 ഗ്രോ ബാഗ് ഇവിടെ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ്, എന്താണ് അവർക്ക് കിട്ടുന്നത്? അവർക്ക് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഇവിടെ ഇത് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന ലാഭം അവർക്ക് കൊടുക്കും. ഇപ്പൊ നമ്മൾ 80 രൂപ ഒരു ഗ്രോ ബാഗിന് വില വെക്കുമ്പോൾ അതിൽ 20 രൂപ ഇവർക്ക് വേജസ് ആയിട്ട് കൊടുക്കും. അതായത് ഒരു ഗ്രോ ബാഗിന് 20 രൂപ വെച്ച് ഇവർക്ക് കിട്ടും. അതുകൂടാതെ കാറ്റർക്ക് കൂലിയും ഒക്കെ ആയിട്ട് ഉള്ള തുകയും അവർക്ക് കൊടുക്കും. അപ്പൊ 16,000 ഗ്രോ ബാഗിൽ നിന്ന് 3,20,000 രൂപ അവർക്ക് കൂലി ഇനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ കയറ്റിറക്ക് കൂലികളും ഒക്കെ കിട്ടി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ പ്രവർത്തിച്ചു വന്നപ്പോൾ ഏകദേശം 12 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയും കിട്ടി. അപ്പൊ അത്രയും തൊഴിലവസരമാണ്. അത് ശരി. ഈ ഗ്രോ ബാഗുകളൊക്കെ ഇവിടുന്ന് എല്ലാം വിറ്റ് പോകുന്നുണ്ടോ? വിറ്റ് പോകുന്നുണ്ട്. ഒത്തിരി ആവശ്യക്കാർ ഇല്ല. കൂടുതൽ ആളുകളും ജോലിക്കാരായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാനായിട്ട് സൗകര്യമാണ്. അതുകൊണ്ട് കൂടുതൽ പേര് ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതുകൂടാതെ NGOസും അതുപോലെ വലിയ പള്ളികൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അടുക്കളത്തോട്ടം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്നും ഇവരെ ഏർപ്പെടുത്തി ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ തുടർ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. മാഡം ഓൾറെഡി പറഞ്ഞത് കൂടാതെ എന്തൊക്കെ വേറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ഇത് കൂടാതെ നമ്മൾ ട്രൈക്കോഡെർമ ജൈവ കുമിൾനാശിനിയായിട്ടുള്ള ട്രൈക്കോഡെർമ, അതുപോലെ വാം എന്ന് പറഞ്ഞ ഒരു മൈക്കോറൈസയാണ്. ചെടിയുടെ വേരുമായിട്ട് ബന്ധിച്ച് വളരുന്ന ഒരു മൈക്കോറൈസയാണ്. അപ്പോൾ അത് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഡ്രൗട്ടിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഉള്ള കഴിവ് കിട്ടും. അതുപോലെ മൂലകങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. അപ്പം വാം, ട്രൈക്കോഡെർമ, അതുപോലെ കായ്ച്ചയ്ക്കെതിരെയുള്ള കെണി, ഇത് ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കുന്നതിന് നമുക്കിവിടെ ചെയ്യാനുള്ള സംവിധാനം ഉടനെ തന്നെ നമ്മളിത് തുടങ്ങുന്നുണ്ട്. അതിനൊരു ലാബ് തയ്യാറാക്കണം. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്ഥല സൗകര്യങ്ങൾ അല്പം കുറവുള്ളത് കൊണ്ട് അല്പം കൂടി മാറി പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അപ്പൊ അത് കിട്ടിയാൽ ഉടനെ തന്നെ അത് തുടങ്ങുന്നതാണ്. പ്രവർത്തനങ്ങൾക്കുള്ള പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബയോ ഫാർമസി ഇതെല്ലാം കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ബയോ ഫാർമസിയും കൂടി ഇവിടെ തുടങ്ങുന്നു. നിങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ളവരാണോ? എല്ലാവരും ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണ്? ബ്ലോക്ക് അതിർത്തിയിലുള്ളവരാണ്. ഈ ബ്ലോക്ക് അതിർത്തിയിലുള്ളവരാണ്. ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എത്ര 7 കൃഷിഭവന്റെ ഏരിയ പെട്ടതാണ് ഇതിന്റെ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഇവരെല്ലാം 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞവരാണോ? കഴിഞ്ഞ ആളുകൾ. നിങ്ങളൊക്കെ ഇപ്പോൾ കൃഷിക്കാരുടെ സ്ഥലത്തൊക്കെ പോയി സേവനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ ഗ്രോ ബാഗുകളൊക്കെ നിറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ തന്നെ. നഴ്സറി ഉണ്ടാക്കൽ അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. പിന്നെ മിഷൻ ഇവരുടെ മോഡൽ ഓഫ് വർക്കിംഗ് എങ്ങനെയാണ് ഒന്ന് ചുരുക്കി പറയാം. ഈ സേവന കേന്ദ്രം ആരംഭിച്ചിട്ട് 1 വർഷമാകുന്നു. 2015 മെയ് മാസം ആരംഭിച്ചതാണ്. അപ്പോൾ 1 വർഷം പിന്നിടുമ്പോൾ പ്രധാനമായിട്ടും ഒരു 15,000-ന് മേൽ ഗ്രോ ബാഗുകൾ, അതിൽ വിവിധ തരം ജൈവ വളങ്ങൾ നിറച്ച് പച്ചക്കറി തൈകൾ, പ്രധാനമായിട്ടും പച്ചക്കറി തൈകളാണ് നട്ട് ആവശ്യക്കാർക്ക് കൊടുത്ത ഒരു 15,000 കവറുകൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നിർമ്മിക്കുന്നതിന് പ്രത്യേക അനുവാദമൊക്കെ ഇവരെ പരിശീലിപ്പിച്ച് അത് ഭംഗിയായി നിറച്ചു. ഒരു മേജറായൊരു വർക്ക് എന്ന് പറയുന്നതാണ്. പിന്നെ മെഷീനറിയൊക്കെ വന്ന കുറച്ച് വൈകിയാണ്. പിന്നെ ട്രാക്ടറുകൾ, 3 തരം ട്രാക്ടറുകൾ, മിനി ട്രാക്ടർ, ടില്ലർ, ഗാർഡൻ ടില്ലർ, പിന്നെ മെതിയന്ത്രം പോലുള്ള ചില യന്ത്രങ്ങളൊക്കെ അവസാനമായി എത്തിയത്. പിന്നെ പമ്പ് സെറ്റ്, ജലസേചനത്തിനുള്ള പമ്പ് സെറ്റുകൾ, സ്പ്രെയറുകൾ, വീഡ് കട്ടർ, ഇതെല്ലാം ഈ കാർഷിക ഉപകരണങ്ങളെല്ലാം തന്നെ ഇതെല്ലാം പ്രവർത്തിപ്പിക്കാൻ ഇവർക്ക് അറിയുമോ? ഇതിനുള്ള പരിശീലനമാണ്. നേരത്തെ പറഞ്ഞ പരിശീലനം എന്ന് പറയുന്നത് അത് 4 തരം പരിശീലനം, 4 സമയത്തുള്ള പരിശീലനം ഇവർക്ക് കൊടുത്തു. ഒരു വിഷയത്തിന് തന്നെ 2 തവണ പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ മിഷനുമായിട്ട് അടുപ്പമുള്ളവർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ എല്ലാ ആളുകളെയും ഇത് പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല പരിശീലനം എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. പിന്നെ തെങ്ങേറ്റ യന്ത്രം പരിശീലിക്കണം. അതും ഈ കാർഷിക രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ വിളവെടുക്കുക മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത് തെങ്ങിന്റെ രോഗങ്ങളൊക്കെ മാറ്റാനായിട്ട് മരുന്ന് ചെയ്യാനും ഒക്കെ ഇവരെ പ്രാപ്തരായ തരത്തിലുള്ള ആ പരിശീലനമൊക്കെ നേടിയിട്ടുണ്ട്. പിന്നെ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ള ഒരു നേഴ്സറി കൃഷി വകുപ്പിന് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ 70,000 രൂപയുടെ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നത് ഈ കുറഞ്ഞ പീരീഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു.
ഇതിപ്പോ എന്തെല്ലാം കൂടിയാണ് ഇത് മിക്സ് ചെയ്യുന്നത്? ഇപ്പൊ 20 ഗ്രോ ബാഗിനുള്ള മിക്സറാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇതിന്റെ ചകിരിച്ചോറ് കമ്പോസ്റ്റ്, കയർപിത്ത് കമ്പോസ്റ്റ് ആണ് ആദ്യം ഇട്ടത്. അതിന്റെ മീതെ ഒരു ജൈവവളം ഇട്ടു. അതിന്റെ മുകളിലായിട്ട് വേപ്പിൻ പിണ്ണാക്കിട്ട്, അതിനുശേഷം ഗ്രാവല് നിറച്ച്. ഈ മണ്ണിന് പകരമാണ് നമുക്ക് ശരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിന്റെ പോട്ടിംഗ് മിശ്രിതത്തിൽ ഒരു ഭാഗം മണലെന്ന് പറയുന്നത്, മണ്ണ് പറമ്പില്. പക്ഷെ അത് കിട്ടാനില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഗ്രാവലാണ്, പൂഴി എന്നൊക്കെ പറയുന്ന ഗ്രാവലാണ് ഉപയോഗിക്കുന്നത്. റെഡ് എർത്ത് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ജീവാണു വളങ്ങളായിട്ടുള്ള ട്രൈക്കോഡെർമ ചേർത്ത്, കാരണം ഫംഗസ് അറ്റാക്ക് ഒന്നും വരാതിരിക്കാനുള്ള ഒരു പ്രാഥമിക നടപടിയാണ്. ഇപ്പൊ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കും. നമ്മളതിന്റെ ഘടകങ്ങളിൽ എന്തൊക്കെയാണ് ഘടകങ്ങളൊന്നും കൂടി പറയാമോ? ചകിരിച്ചോറ് കമ്പോസ്റ്റ്, അപ്പൊ കയർ ബോർഡിന്റെ കമ്പോസ്റ്റ് ആണ്. കയർ ബോർഡ് ഇപ്പൊ കയർ ബോർഡിന്റെ ടെക്നോളജി അനുസരിച്ച് അവരുടെ ഏജൻസി, അവർ പറഞ്ഞിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ആളുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരാണ് നമുക്കിവിടെ തരുന്നത്. അത് കൂടാതെ ഒരു ജൈവവളം, അതിപ്പോ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ജൈവവളം ഫിഷ് മീല്, അതായത് ന്യൂട്രിഫിഷാണ്, മത്സ്യഫെഡിന്റെ ന്യൂട്രിഫിഷാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇട്ടത്, ഒരു ഭാഗം ഇട്ടത്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രാവല്, ഈ ഘടകങ്ങളാണ്. പിന്നെ ജീവാണുവളം, ഇത്രയും ഘടകങ്ങളാണ്. ഇപ്പൊ 5 ഘടകങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ചേർന്നിട്ട് അതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതിന്റെ മിക്സിങ്ങിലാണ് ഇതിൽ നന്നായിട്ട് ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്യും. അതിപ്പോ നമ്മുടെ മെയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു പരിശീലനം നേടിയവരത് നന്നായിട്ട് ഇത് ചെയ്യും. ഈ തൈ ഇപ്പൊ എവിടെന്നാ കിട്ടിയത്? ഇത് നമ്മുടെ സ്വന്തം അഗ്രോ സർവീസിന്റെ നഴ്സറി. ഇതിപ്പോ തക്കാളിയല്ലേ? ഇത് ഹൈബ്രിഡ് തക്കാളിയാണോ? ഹൈബ്രിഡ് തക്കാളിയാണ്. ഈ തക്കാളിയൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് മുളച്ചു വന്നേക്കണേ എങ്ങനെയാണ്? നല്ല ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് ഒന്ന്. പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ ഈ കപ്പില്, ഇതുപോലത്തെ ട്രെയിലാണ് നമ്മൾ ഇത് മുറിച്ചെടുത്തതാണ്. ഇതിൽ 199 വരുന്ന ട്രെയിലാണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിശ്രിതം ഉണ്ടല്ലോ, കമ്പോസ്റ്റ്, ഓർഗാനിക്, പിന്നെ ഇത്തിരി ജീവാണുവളങ്ങൾ, ഇതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈകൾ വരുന്നത്. ശരി, അപ്പൊ ഇനി നോട്ടോ. നിങ്ങൾ ഈ അടുക്കളത്തോട്ടം സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് അവിടെ കൊണ്ട് ഇതൊക്കെ കൊണ്ട് നട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
അതുകൊണ്ടുകൂടി അത് ഉപേക്ഷിക്കുമോ? അതിന്റെ ഒരു മേൽനോട്ടം നിങ്ങൾ വഹിക്കും? ഇല്ല, ഇപ്പൊ അടുക്കളത്തോട്ടം നമ്മുടെ പോയി ഒരു പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഇതായിട്ടില്ല. അത് തീരുമാനത്തിലുണ്ട്. ആവശ്യമായ തൈകള്, ഗ്രോ ബാഗ്, വളങ്ങള് എല്ലാം കൂടെ കൊടുക്കും. വളങ്ങള്, ജൈവ കീടനാശിനികൾ, ഇതൊക്കെ നമ്മൾ വിൽക്കുന്ന ഒരു ചെറിയ വിപണന കേന്ദ്രം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് തന്നെ ഇപ്പൊ ഇവിടെ ഒരു ന്യായ കേന്ദ്രം വരുന്നതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ അത് ബുദ്ധിമുട്ടായി. അപ്പൊ നിങ്ങൾ തൊട്ടപ്പുറത്ത് താമസിക്കാതെ ഒരു കേന്ദ്രം ചുരുക്കത്തിൽ അടുക്കളത്തോട്ടം നിങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവര് പോയി സേവനം കുറച്ച് നാളത്തെ അതിന്റെ സേവനം കൂടി കൊടുത്താൽ എല്ലാവർക്കും അതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അതിന്റെ ഞങ്ങളുടെ അജണ്ടയിലുണ്ട്. എങ്കിലല്ലേ കാർഷിക സേവനം പൂർണ്ണമാകും. അതെ അതെ അതെ, കറക്റ്റ്. കാർഷിക സേവനം പൂർണ്ണമാകും. അതെ. ഇവിടെ വിവിധ തരം യന്ത്രങ്ങളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാനെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ യന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്? പ്രധാനമായിട്ടും ട്രാക്ടറുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ജോൺ ഡീർ ട്രാക്ടർ ഉണ്ട്. ഇതാണ് പച്ച നിറത്തിൽ കാണുന്ന ട്രാക്ടർ. അതിന് ഇത്തിരി അതിന്റെ ഒരു വ്യത്യാസം പറഞ്ഞാൽ സാധാരണ ട്രാക്ടറുകൾ ഇങ്ങനെ ഉഴുതു പോവുകയാണ്. ഇതിങ്ങനെ നമ്മൾ ഈ തൂമ്പ കൊണ്ട് കിളച്ചു മറിക്കുമല്ലോ, ആ ഒരു ജോലി കൂടി നിർവഹിക്കുന്നതുകൊണ്ട് അതിന് ഫീസ് കൂടുതലാണ്. മണിക്കൂറിന് 800 രൂപയാണ് ജോൺ ഡിയറിന്റെ വെച്ചിരിക്കുന്നത്. ഇതേസമയം നമ്മുടെ സാധാരണ ട്രാക്ടറിന് 650 രൂപ മണിക്കൂറിന് വരുന്നു. അതുകൂടാതെ സാധാരണ ട്രാക്ടറുണ്ട്, പിന്നെ മിനി ട്രാക്ടറുണ്ട്. അപ്പം ഇത് മിനി ട്രാക്ടറാണ്. ചെറിയ ഒരു കയറാനൊക്കെ പോയി ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം റോട്ടവേറ്റർ ഉണ്ട്. അത് വരമ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി സഹായിക്കുന്ന തരത്തിലുള്ള ബണ്ട് ഫോർമേഷൻ നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ ബണ്ട് ഫോർമറുണ്ട്. ബണ്ട് നമുക്ക് ചീര പടവളമൊക്കെ നടാൻ പറ്റിയ തരത്തിൽ. ഇപ്പം ഈ വർഷം പച്ചക്കറി കൃഷിക്ക് ചേർത്തല തെക്ക് പഞ്ചായത്തിൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് 50ഓളം ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ഒരുമിച്ച്. അതിലേറ്റവും കൂടുതൽ സേവനം ചെയ്തത് നമ്മുടെ അഗ്രോ സർവീസാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പിന്നെ ടില്ലറിന്റെ സേവനം പ്രവർത്തിക്കുന്നുണ്ട്. ടില്ലറാണ് കുറേ കിടക്കുന്നത്. പിന്നെ ഗാർഡൻ ടില്ലറുണ്ട്. ആളുകൾക്ക് വീടുകളിലൊക്കെ ഗാർഡന്റെ ഇടയിലൊക്കെ ഇത് പുല്ല് ചവറൊക്കെ മാറ്റി നന്നായിട്ട് ഉഴുതു കൊടുക്കാൻ കഴിയും. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു സർവീസായിട്ട് കാണുന്നത് ബ്രഷ് കട്ടറാണ്. കളകളും പുല്ലും ഒക്കെ ചെത്തി മെച്ചപ്പെടുത്തുന്ന. അപ്പൊ അതിന്റെ സർവീസ് ഇപ്പൊ ഇവിടെ നന്നായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം നമുക്കൊരു 1,00,000 രൂപയുടെ വരുമാനം വാടക ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ ധാരാളം നാട്ടിലുണ്ട്. പക്ഷെ ഞങ്ങൾ വേണ്ടത്ര പരസ്യം കൊടുത്തില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇവിടെ ഒരു മെഷീൻ കിടക്കുന്നില്ല സാധാരണ കാണാത്ത. അത് മെതിയന്ത്രമാണ്, റീപ്പർ. ഇത് ഏറ്റവും ആദ്യം ഉണ്ടായതും ഏറ്റവും ലഘുവായിട്ടുള്ള സംവിധാനമുള്ള കൊയ്ത്ത് യന്ത്രമാണോ? കൊയ്ത്ത് യന്ത്രം. മെതിയില്ല, കൊയ്ത്ത് മാത്രം. അപ്പൊ നമ്മുടെ ഈ ഒറ്റപ്പെട്ട കരനിലങ്ങളൊക്കെ ഉണ്ട്, വലിയ പാടശേഖരം അല്ലാത്ത ചെറിയ ചെറിയ നിലങ്ങളിലൊക്കെ ഇത് വളരെ സൗകര്യമാണ്. അത് കട്ടിയായിട്ട് കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉഴുതു പോകുമ്പോൾ മുറിഞ്ഞ് ചരിഞ്ഞു വീഴും. അപ്പൊ നമുക്ക് വാരിയെടുത്ത് കെട്ടി മാറ്റാൻ സാധിക്കും. ഒരാൾക്ക് പ്രവർത്തിക്കാവുന്ന വളരെ ലഘുവായൊരു പിന്നെ മെഷീനുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾക്ക് പമ്പ് സെറ്റ് ഉണ്ട്. 10 HP പമ്പ് സെറ്റ് ഉണ്ട്. ഇപ്പൊ കുളം വെട്ടി ചെളികളൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ചെയ്ത പമ്പ് സെറ്റ് ഉണ്ട്. പിന്നെ സ്പ്രെയറുകൾ, റോക്കർ സ്പ്രെയർ, പവർ സ്പ്രെയർ പോലുള്ള സ്പ്രെയറുകളുണ്ട്. തെങ്ങേറ്റ യന്ത്രം, വിവിധതരം കാർഷിക എല്ലാ സേവനങ്ങളും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ വർഷം, ഈ പുതിയ സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് ഒരു 4 വീല് വണ്ടി അനുവദിച്ചിട്ടുണ്ട്. 3 വീലറാണ് അനുവദിച്ചത്. അത് ഞങ്ങളുടെ ഹൈ പവർ കമ്മിറ്റി കൂടിയിട്ട് അതൊരു 4 വീല് വാങ്ങാനുള്ള ഒരു അംഗീകാരം വാങ്ങിച്ചു. അങ്ങനെ 4 വീല് വണ്ടി ഇപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഇപ്പൊ വാടകയൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഗ്രോ ബാഗ് എല്ലാം കൊണ്ട് കൊടുക്കുന്നതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് തന്നെ വളരെ ഭീമമായ തുകയാണ്. കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ മെഷീനൊക്കെ ഇപ്പൊ ഇവര് കൈകൊണ്ടാക്കും, നമ്മൾ കാണുന്നതാണല്ലോ. ഇപ്പൊ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതെല്ലാം ഒരു മെഷീനിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഈ കാർഷിക സേവന കേന്ദ്രം ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് സ്റ്റേറ്റിൽ വേറെ വല്ലയിടത്തും ഉണ്ടോ? ഇതെല്ലാ ബ്ലോക്കിലും തുടങ്ങാവുന്നതാണ്. എല്ലാ ജില്ലയിലെയും കുറച്ച് ബ്ലോക്കുകളിൽ, ആലപ്പുഴ ജില്ലയിൽ 3 ബ്ലോക്കിലേ ഉള്ളൂ. കായംകുളം, ചമ്പക്കുളം, കഞ്ഞിക്കുഴി. ഈ 3 ബ്ലോക്കിലാണ് നമ്മുടെ 12 ബ്ലോക്കിലും ആലപ്പുഴ ജില്ലയിൽ ഒരുപക്ഷെ ഈ അടുത്ത താമസിയാതെ ഇതെല്ലാം ഉണ്ടാവും.